മുഖത്തിന് നിറം വയ്ക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതും, കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ ഫെയ്ഡ് ചെയ്ത് ഗ്രാജുവലി അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മുഖത്ത് ഓയിലി സ്കിന്നാണ്, എപ്പോഴും എണ്ണമയം ഉണ്ടാകാറുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെ പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്താലാണ് നമുക്ക് 100% ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, എപ്പോഴൊക്കെ യൂസ് ചെയ്യണം, ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഞാൻ നമ്മുടെ പാക്ക് പ്രിപ്പയർ ചെയ്താണ് വെച്ചേക്കുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഹോം മെയ്ഡ് ആയിട്ടുള്ള വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് 1-2 ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കേണ്ടി വരുമായിരിക്കും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ അടിപൊളിയായിരിക്കും. കോമ്പിനേഷൻ സ്കിന്നിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യത്തെ ഐറ്റമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബൗളിൽ കുറച്ച് തൈരാണ്. ഒരു 1-1.5 സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തൈര് പറ്റത്തില്ല, നിങ്ങൾക്ക് എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്, സോ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം പാൽ യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല പ്യുവർ ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. ഓക്കെ, അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് ചൂസ് ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ ഇതിനോട് ചേർത്ത് കൊടുക്കുന്നത് മുൾട്ടാണി മിട്ടിയുടെ പൗഡറാണ്. അപ്പോൾ ഞാൻ മുൾട്ടാണി മിട്ടിയുടെ പൗഡർ ഒരു 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എത്രയാണോ നമുക്ക് ഫേസിലോട്ട് യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് അത് അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഈ 2 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഇത് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല ഇത് ആദ്യം മിക്സ് ചെയ്യുന്നത്. ഈ മുൾട്ടാണി മിട്ടി എന്ന് പറയുന്ന സാധനം ഒരുപാട് വെള്ളം വലിച്ചെടുക്കുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രമാത്രമാണ് വേണ്ടതെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. മേ ബി ഇത് കട്ടിയായിട്ട് പോവും, മേ ബി കൂടുതലായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ ഇത് ലൂസായിട്ടും പോവും. അതുകൊണ്ട് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനാണ് ഞാൻ ആദ്യം തൈരും അതുപോലെ മുൾട്ടാണി മിട്ടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുന്നത്. തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇൻ കേസ് നമ്മുടെ സ്കിന്ന് ഓയിലി ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് അങ്ങനെ സ്കിന്നിലുള്ള മൊത്തം ഓയിൽ എടുത്ത് കളയേണ്ട രീതിക്കുള്ള ഒരു ഫേസ് പാക്ക് നമുക്ക് ആവശ്യമില്ല. അത് ആർക്കും നല്ലതല്ല. കാര്യം മൊത്തത്തിൽ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കിയിട്ട് അത് വേറെ പ്രശ്നങ്ങളുണ്ടാക്കും. നല്ല രീതിയിൽ ടയേർഡായിട്ടുള്ള ഫേസ് പോലെ കാണിക്കും. അത് ഒട്ടും നല്ലതല്ല സ്കിന്നിന്. നന്നായിട്ട് ഹൈഡ്രേഷൻ വേണം എന്നുണ്ടെങ്കിൽ തൈര് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് യൂസ് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്തേക്കുക. അടുത്തതായിട്ട് ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻറ്റ് അലോവേര ജെല്ലാണ്. പ്യുവറായിട്ട് വീട്ടിൽ കിട്ടുന്ന അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാൻ ഒട്ടും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ, പാല് ഇങ്ങനെ തുടങ്ങി ഒരു ഐറ്റവും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറും അതുപോലെ അലോവേര ജെല്ലും ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് പ്യുവറായിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതല്ല നമുക്ക് സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലാണെങ്കിൽ അത് ചേർക്കാം. പക്ഷേ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ചേർക്കരുത്. അത്യാവശ്യം ഇനഫ് ക്വാണ്ടിറ്റി നല്ല രീതിക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ തൈര് എടുത്തില്ലേ, അതുപോലെ നല്ല ക്വാണ്ടിറ്റി തന്നെ നമ്മൾ അലോവേര ജെല്ലാണ് മാത്രമാണ് ബേസായിട്ട് എടുക്കുന്നതെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് റോസ് വാട്ടർ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഓപ്ഷണലാണ്. അലോവേര ജെല്ലും മുൾട്ടാണി മിട്ടിയും മാത്രം വെച്ച് മിക്സ് ചെയ്യുക. തൈര് നിങ്ങൾക്ക് പറ്റത്തില്ലാത്തവരാണെങ്കിൽ. എത്ര തന്നെ നമുക്ക് ഓയിലി സ്കിന്നാണ്, നമുക്ക് വേണ്ട കംപ്ലീറ്റ് ഓയിലും റിമൂവ് ആക്കണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം നമ്മുടെ സ്കിന്ന് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം, ഓയിലി ആയിരിക്കണം, നല്ല ഹൈഡ്രേഷൻ ഉണ്ടായിരിക്കണം. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓയിലും വലിച്ചെടുത്തിട്ട് ഫുള്ളി ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ഭയങ്കര ഡള്ളായിരിക്കും, ഒട്ടും ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. സോ നല്ല ഹൈഡ്രേഷൻ കൊടുക്കുക. ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് അതൊരു നല്ല കാര്യമായിട്ടാണ്. കാരണം സ്കിൻ എപ്പോഴും ഹൈഡ്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് ഹെൽത്തി ആയിരിക്കും. പിന്നെ നമുക്ക് ഒരു ഓയിലി സ്കിൻ ആകുമ്പോൾ ഒരു ഗ്ലോ ഉണ്ടാവും, എപ്പോഴും ഫേസിലൊരു ഗ്ലോ ഉണ്ടാവും. ഡ്രൈ സ്കിൻ ഉള്ളവരുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചാൽ അറിയാം, അവരുടെ സ്കിൻ എപ്പോഴും ഡ്രൈ ആൻഡ് ഡള്ളും കൂടെ ആയിരിക്കും. സോ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അറിയാം അതിൻ്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിലും എന്ത് തരം സ്കിൻ ടൈപ്പ് ആണെങ്കിലും നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുക. ഓയിലി സ്കിന്നിന് ഹൈഡ്രേഷൻ വേണ്ട എന്നുള്ള ഒരു ഇതല്ല. നമ്മുടെ സ്കിന്നിന് എന്താണോ ചേരുന്നത് ആ ഒരു ഹൈഡ്രേഷൻ നമ്മൾ കൊടുത്തേ പറ്റൂ. ഓക്കെ, ഞാനിവിടെ തൈരും മുൾട്ടാണി മിട്ടിയും നമ്മുടെ അലോവേര ജെല്ലും കൂടെ ചേർത്തിട്ടുള്ള മിക്സ് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു
ഫേസ് പാക്കിൽ യൂസ് ചെയ്തിട്ടുള്ള മുൾട്ടാണി മിട്ടി മാത്രമാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. തൈരും അതുപോലെ അലോവേര ജെല്ലും ഒക്കെ തന്നെ വീട്ടിൽ തന്നെ ഉള്ളത് നാച്ചുറലായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ കുട്ടികളാണ്, ടീനേജേഴ്സ് ആണ്, നിങ്ങൾക്ക് സൺ ടാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മുൾട്ടാണി മിട്ടി സ്കിപ്പ് ചെയ്തിട്ട് തൈരും അതുപോലെ തന്നെ അലോവേര ജെല്ലും മാത്രമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു കംപ്ലീറ്റ് പാക്ക് മുൾട്ടാണി മിട്ടിയും അതുപോലെ തൈരും എല്ലാം ചേർത്തിട്ടുള്ള അലോവേര ജെല്ലും ഒക്കെ ചേർത്തിട്ടുള്ള പാക്ക് ഒരു 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ മുൾട്ടാണി മിട്ടി പുറത്തുനിന്ന് വാങ്ങുന്നത് കൊണ്ട് മേ ബി ചില സ്കിന്നിന് ചേരാതെ വരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന തൈരും അതുപോലെ തന്നെ അലോവേര ജെല്ലുമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് ടീനേജേഴ്സിനൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ടീനേജേഴ്സാണ്, കൊച്ചുകുട്ടികളാണ്, നിങ്ങൾ അധിക സമയം ഇത് വെച്ചേക്കണ്ട. ഇപ്പോൾ സാധാരണ ആൾക്കാർ ഒരു 10-15 മിനിറ്റ് വെച്ചേക്കാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളിത് വന്നിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഫേസിൽ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഒന്ന് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്യുക. എനിക്കറിയാം അത്രയും ചെറിയ കുട്ടികൾ ഇതൊന്നും ചെയ്യത്തില്ല എന്ന്, പക്ഷേ ഇടയ്ക്ക് ചിലർ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് കൊച്ചുകുട്ടിയൊക്കെ യൂസ് ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. കൊച്ചുകുട്ടികൾ ഇതൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഇൻ കേസ് നിങ്ങൾ വെയിലത്ത് പോയി ടാൻ അടിച്ചിരിക്കുകയാണ്, കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യണം, അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് വളരെ മൈൽഡായിട്ട് ഹോം മെയ്ഡായിട്ടുള്ള സംഭവങ്ങൾ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലോട്ട് ഈ ഒരു പാക്ക് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്കാകും. നമുക്ക് സൺ ടാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഫെയ്ഡ് ആവാനും ഒക്കെ സഹായിക്കും. നിറം വയ്ക്കാനും സഹായിക്കുന്ന ഒരു പാക്കാണ്. ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ഫേസിൽ വച്ചേക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ചൂട് സമയമാണല്ലോ, അപ്പോൾ ഒരു നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിൽ, അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അത്രയും തണുപ്പ് ഇല്ലെങ്കിൽ പോലും ചെറുതായിട്ട് ചൂടല്ലാത്ത വെള്ളം ഉണ്ടല്ലോ, സാധാരണ ടാപ്പ് വാട്ടർ, അതുപോലെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. എന്നിട്ട് ഫേസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് തുടച്ചു കൊടുക്കുക. ഓൾറെഡി നല്ല ഹൈഡ്രേഷൻ കിട്ടിയിട്ടുണ്ടാവും, വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിതിൽ തൈര് ചേർത്ത് കൊടുത്തത് കൊണ്ടാണ്. മുൾട്ടാണി മിട്ടി വെറും വെള്ളത്തിൽ ഉപയോഗിക്കുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല. കാര്യം വേറെ ഒന്നുമല്ല, പെട്ടെന്ന് സ്കിന്ന് ഡ്രൈ ആക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. മുൾട്ടാണി മിട്ടി എന്ന് പറയുന്ന ഒരു ക്ലേ ഫോമിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നമ്മുടെ ഓയിലിനെസ്, ഡേർട്ട്, പൊല്യൂഷൻ ഇതൊക്കെ വലിച്ചെടുക്കും. ഒപ്പം മേ ബി നമ്മുടെ സ്കിന്നിലുള്ള ഹൈഡ്രേഷൻ വലിച്ചെടുക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും എല്ലാ സ്കിൻ കെയർ ഫേസ് പാക്സിലും നമ്മുടെ തൈര് യൂസ് ചെയ്യുന്നത്. തൈര് അല്ലെങ്കിൽ പാൽ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും എൻ്റെ സ്കിന്നിൽ വർക്കാവുന്നത് തൈരാണ്. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മിക്കപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ബേസായിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഓക്കെ, തൈര് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സൺ ടാൻ ഉണ്ടല്ലോ അത് പെട്ടെന്ന് ഫെയ്ഡാവും. അതുപോലെ നമ്മളിതിൽ അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ടുണ്ട്. അലോവേര ജെല്ല് എന്തിനാണെന്ന് വെച്ചാൽ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടല്ലോ അതൊക്കെ മാറ്റി ഒരു ഫ്രഷ് ഗ്ലോ തരും. അതിനുശേഷം ഞാൻ അലോവേര ജെല്ല് തന്നെ വീണ്ടും ഒരു മോയ്സ്ചറൈസറായിട്ട് പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ധാത്രിയുടെ ആണ്. അപ്പോൾ നല്ല ഹൈഡ്രേഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു അലോവേര ജെല്ല് മാത്രം വെച്ചാണ് ഫേസ് ഒന്ന് ലോക്ക് ചെയ്തത്. ഞാൻ യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങൾക്ക് അതിനെ ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളിത് എപ്പോഴൊക്കെ യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു 4 ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി. സ്ഥിരമായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മാക്സിമം ആണ് 4 ദിവസം, ഒരു 3-2 ദിവസം യൂസ് ചെയ്താലും മതിയാവും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മിനിമം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രയും അടിപൊളി ഫേസ് പാക്കാണ്. ഓയിലി സ്കിൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ വർക്കാവും. ഓവർ എ പീരീഡ് ഓഫ് ടൈം നല്ല രീതിയിൽ സ്കിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന പാക്കാണ്. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Bye-bye.